ഈ കൊടുത്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എംപ്ലോയി സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയി നെയിമും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ, ഫയൽ നമ്പർ, ഡേറ്റ് ഓഫ് ജോയിൻ, പ്രസൻറ്റ്, ആബ്സെൻറ്റ്, ബാങ്ക് ഡീറ്റെയിൽസ്, ബേസിക് സാലറി, അക്കോമഡേഷൻ അലവൻസ്, മെഡിക്കൽ അലവൻസ്, HRA, ടോട്ടൽ ഒരു മാസത്തെ ഏണിങ്സ്, ഇൻഷുറൻസ്, PF ഡിഡക്ഷൻ, ടോട്ടൽ ഡിഡക്ഷൻ എന്നീ ഡീറ്റെയിൽസുകൾ ഞാൻ ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റ ബേസ് ചെയ്ത് ഓരോ എംപ്ലോയിയുടെയും സാലറി സ്ലിപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിവ്യൂ റിസൾട്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ആരോ മാർക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ എംപ്ലോയിയുടെയും മാർച്ച് മാസത്തെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് താഴെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു പേയ്മെൻറ്റ് സ്ലിപ്പ് ഒരു വേർഡ് ഫയലിൽ തന്നെയാണ് ഈ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തു വരുന്നത്. അതല്ലാതെ ഓരോ പേജുകളിലേക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും വേർഡ് ഫയലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പേ സ്ലിപ്പ് നമുക്ക് വേണമെങ്കിൽ ഇത് PDF ഫയലായിട്ടും സേവ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ക്രിയേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഡാറ്റ ബേസ് ചെയ്ത് 1000-ലധികം വരുന്ന എംപ്ലോയീസിൻ്റെ സാലറി സ്ലിപ്പ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നതിന് ഈ ഒരു ഭാഗത്ത് വന്ന് ഞാൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഡിസ്പ്ലേ ചെയ്യുന്ന വേർഡ് ഞാൻ സെലക്ട് ചെയ്തു. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു ബ്ലാങ്ക് വേർഡ് ഫയൽ A4 സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. സൈസ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് A4 സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനൊരു സാമ്പിൾ നെയിം എൻട്രി ചെയ്യുന്നുണ്ട്. ABZ കോൺട്രാക്റ്റിംഗ് കമ്പനി. ശേഷം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഹോം എന്ന ഈ ഒരു ഭാഗത്ത് വന്ന് ഫോണ്ട് എന്നുള്ളത് അവനീർ നെക്സ്റ്റ് LT പ്രോ ഡെമി എന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ് എന്നുള്ളത് ഞാൻ 20 എന്ന് സെലക്ട് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഫോണ്ടിൻ്റെ ഡിസൈൻ ഞാൻ ചേഞ്ച് ചെയ്തു. ഫോണ്ടിൻ്റെ കളറ് ഈ ഒരു ഡാർക്ക് വയലറ്റ് സെലക്ട് ചെയ്തു. ശേഷം ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഷേപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തു. ഈ ഒരു ഭാഗത്തായി ഞാനൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ശേഷം ഞാനിവിടെ ലൊക്കേഷൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഹോം ടാബ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം നോ സ്പേസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ടും സെയിം നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ഫോണ്ട് തന്നെ യൂസ് ചെയ്തു. ശേഷം ഫോണ്ട് സൈസ് എന്നുള്ളത് ഞാൻ 12 എന്ന് സെലക്ട് ചെയ്തു. ഈ ഒരു ബോക്സ് ഞാൻ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഔട്ട്ലൈൻ എന്നുള്ളത് നോ ഔട്ട്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഇൻസേർട്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ഷേപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്സ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു ഷേപ്പ് ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തായി ആ ഒരു ബോക്സ് ഞാൻ ഡ്രോ ചെയ്തു. ഷേപ്പ് ഫിൽ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് നോ ഫിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്ത് ലോഗോ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. പിക്ചേഴ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്തെ ദിസ് ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ലോഗോ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. വലിയൊരു സൈസിലാണ് ഈ ഒരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നത്. സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ലേഔട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു പോർഷൻ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു പിക്ചർ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് പേ സ്ലിപ്പ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2023 എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് സൈസ് എന്നുള്ളത് ഞാൻ 12 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു.
ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്തെ ഷേപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്സ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തായി ഞാൻ ആ ലൈൻ ഡ്രോ ചെയ്യുന്നുണ്ട്. ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്ന് ഔട്ട്ലൈൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഞാനിവിടെ എംപ്ലോയി പേ സമ്മറി എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ എന്ന് കൊടുത്ത് ഒരു സ്റ്റെപ്പ് ഞാൻ താഴേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം എൻട്രി ചെയ്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിലെ ഹെഡിംഗ് ഭാഗം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സൽ വർക്ക്ഷീറ്റിലെ ഈ ഒരു ഹെഡിംഗ് എല്ലാം സെലക്ട് ചെയ്തു. ശേഷം കീബോർഡിൽ Ctrl+C എന്നുപയോഗിച്ച് കോപ്പി ചെയ്തു. അതിനുശേഷം ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ ഷീറ്റ് 1 എന്നുള്ള ഈ ഒരു വർക്ക് ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തു. കോളങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഹെഡിംഗ് റോകളിൽ പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. കീബോർഡിൽ Alt+H+V+T എന്ന് സെലക്ട് ചെയ്തു. കോപ്പി ചെയ്തിരിക്കുന്ന ആ ഒരു ഹെഡിംഗ് എല്ലാം റോയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് Ctrl+C എന്നുപയോഗിച്ച് കോപ്പി ചെയ്തു. ശേഷം വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് Alt+ES എന്ന് സെലക്ട് ചെയ്തു. പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഈ ഒരു വിൻഡോയിൽ ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. കോപ്പി ചെയ്തിരിക്കുന്ന ആ ഒരു ഹെഡിംഗ് എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് പേസ്റ്റ് ആയത് കാണാം. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്ത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് മൗസ് സെലക്ട് ചെയ്ത് എൻ്റർ എന്നുള്ള കീ ഉപയോഗിച്ച് ഈ ഒരു ടെക്സ്റ്റുകൾ താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ടേബിൾ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ സൈഡിലേക്ക് 2 ടേബിളും താഴേക്ക് 6 ടേബിളും എന്ന ഈ ഒരു കോളങ്ങൾ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം പ്ലസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ബോർഡർ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു വിൻഡോയിൽ ഓട്ടോമാറ്റിക് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് ലൈറ്റ് ഗ്രേ കളർ സെലക്ട് ചെയ്തു. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. ശേഷം താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു പ്ലസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സൈസ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഹൈറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് 0.7 സെൻറ്റിമീറ്റർ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടേബിൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെല്ല് മെർജ് ചെയ്യുന്നതിന് വേണ്ടി ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് മെർജ് സെൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു സെല്ലിൽ ഏണിങ്സ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റുകൾ Ctrl+C എന്നുപയോഗിച്ച് കോപ്പി ചെയ്ത് ഈ ഒരു ടേബിളുകളിൽ Ctrl+V എന്നുപയോഗിച്ച് പേസ്റ്റ് ചെയ്തു. ഈ ഒരു കോളം ഞാൻ സൈസ് അറേഞ്ച് ചെയ്തു. അതിനുശേഷം HRA എന്നുള്ളതിന് താഴെ ഗ്രോസ് സാലറി എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഏണിങ്സ് എന്നുള്ള ഈ ഒരു സെല്ല് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ടേബിൾ ഡിസൈൻ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഷെയ്ഡിംഗ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്ത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു സെല്ലിലും സെയിം കളർ സെലക്ട് ചെയ്തു. എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റുകൾ ഞാൻ സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിൾ കോപ്പി ചെയ്ത് താഴെ ഈ ഒരു ഭാഗത്തായി ഞാൻ പേസ്റ്റ് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം ഞാൻ റിമൂവ് ചെയ്തു.
ഈ ഒരു ഭാഗത്ത് ഡിഡക്ഷൻ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ഈ ഒരു സെല്ലിൽ ഞാൻ പേസ്റ്റ് ചെയ്തു. ശേഷം ഈ 2 സെല്ല് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഡിലീറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിൽ എൻറ്റയർ റോ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ലിൽ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് ടൈപ്പ് ചെയ്തു. എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റുകൾ ഞാൻ റിമൂവ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു സൈഡിലേക്ക് ഞാൻ മൂവ് ചെയ്തു. ഒരു ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് Ctrl+C എന്ന് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായി ഞാൻ Ctrl+V എന്ന് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് റോസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് ടോട്ടൽ നെറ്റ് പേ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ഫോണ്ട് എന്നുള്ളത് ഗിൽസ് ആൻഡ് നോവ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റുകൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ടേബിളിന് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് എംപ്ലോയീസ് സിഗ്നേച്ചർ എന്ന് ടൈപ്പ് ചെയ്തു. ടാബ് സെലക്ട് ചെയ്ത് ഈ ഒരു ടെക്സ്റ്റ് കുറച്ച് മൂവ് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് ഗിൽസ് ആൻഡ് നോവ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തായി എംപ്ലോയർ സിഗ്നേച്ചർ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഷേപ്സ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. ശേഷം എംപ്ലോയി സിഗ്നേച്ചർ എന്ന ഈ ഒരു ഭാഗത്തിന് മുകളിൽ ഞാൻ ആ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഔട്ട്ലൈൻ എന്നുള്ളത് ബ്ലാക്ക് കളർ ചൂസ് ചെയ്തു. ഈ ഒരു സെയിം കോപ്പി എംപ്ലോയർ സിഗ്നേച്ചർ എന്ന ഈ ഒരു ടെക്സ്റ്റിന് മുകളിലും ഞാൻ പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സാലറി സ്ലിപ്പിൻ്റെ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിലെ ഡാറ്റകൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നെയിം എന്ന് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തു. മെയിലിങ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. സെലക്ട് റെസിപ്പിയൻസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്തെ യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. സെലക്ട് ടേബിൾ എന്ന ഒരു വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു വിൻഡോയിൽ സാലറി സ്ലിപ്പ് എന്ന വർക്ക്ഷീറ്റും ഷീറ്റ് 1 എന്ന ഒരു വർക്ക്ഷീറ്റും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ 2 വർക്ക് ബുക്ക് ആയിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. സാലറി സ്ലിപ്പ് എന്ന ഈ ഒരു വർക്ക് ബുക്ക് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. മെയിലിങ്സ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സൽ വർക്ക്ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന ഹെഡിങ് എല്ലാം ഈ ഒരു ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. നെയിം എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് മെയിലിങ്സ് എന്ന ഭാഗത്തെ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്നുള്ള ഭാഗത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് മറ്റ് എൻട്രികളും ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എൻട്രി ചെയ്തിരിക്കുന്ന ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി പ്രിവ്യൂ റിസൾട്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി ചെയ്തിരിക്കുന്ന എംപ്ലോയീസ് നെയിം, സാലറി ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം.
ഫസ്റ്റ് എംപ്ലോയി നെയിം എന്നുള്ളത് അമൻ ഹാഷിം എന്നും ഡെസിഗ്നേഷൻ എന്നുള്ളത് ഡോക്യുമെൻറ്റ് കൺട്രോളർ എന്നുമാണ്. ഈ ഒരു സെയിം ഡാറ്റ തന്നെയാണ് എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ആരോ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ എംപ്ലോയിയുടെ ഡീറ്റെയിൽസും താഴെ ഈ ഒരു സെയിം വേർഡ് ഫയലിൽ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. ഏറ്റവും അവസാനം ഡിസ്പ്ലേ ചെയ്യുന്ന എംപ്ലോയി നെയിം എന്നുള്ളത് ദേവ് കുമാർ എന്നാണ് ഈ ഒരു വേർഡ് ഫയലിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന എംപ്ലോയി നെയിമും ദേവ് കുമാർ എന്ന് തന്നെയാണ്. എക്സലിൽ എൻട്രി ചെയ്തിരുന്ന ഹെഡിങ് ചേർത്തുള്ള ടോട്ടൽ കൗണ്ടിങ് നമ്പേഴ്സാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന 103 എന്നുള്ളത്. ഒരു വേർഡ് ഫയലിൽ തന്നെയാണ് എല്ലാ എംപ്ലോയിയുടെയും പേ സ്ലിപ്പ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓരോ എംപ്ലോയീസിൻ്റെയും പേ സ്ലിപ്പ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫിനിഷ് ആൻഡ് മെർജ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. മെർജ് ടു ന്യൂ ഡോക്യുമെൻ്റ് എന്ന ഈ ഒരു വിൻഡോയിൽ ഫ്രം ടു എന്നുള്ള ഭാഗത്ത് സീരിയൽ നമ്പർ ബേസ് ചെയ്ത് നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് വേണ്ട പ്രിൻ്റ് എടുക്കാവുന്നതാണ്. എല്ലാ പേജും സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓൾ എന്നുള്ള ഈ ഒരു ഭാഗം തന്നെ ഞാൻ സെലക്ട് ചെയ്തു. ശേഷം താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഡാറ്റ ലിസ്റ്റിലെ 102 എംപ്ലോയീസിൻ്റെയും പേ സ്ലിപ്പ് സെപ്പറേറ്റ് പേജിലേക്ക് സ്പ്ലിറ്റ് ആയത് കാണാം. ഈ ഒരു വേർഡ് ഫയൽ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ F12 എന്നുള്ളത് സെലക്ട് ചെയ്തു. സേവ് ആസ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്തു. ഫയൽ നെയിം എന്നുള്ളതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ 123 എന്ന് ടൈപ്പ് ചെയ്തു. സേവ് ആസ് ടൈപ്പ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് PDF എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം താഴെ സേവ് എന്നുള്ളത് സെലക്ട് ചെയ്തു. സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു PDF ഫയൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എംപ്ലോയീസ് പേ സ്ലിപ്പ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.